സഖാവ് വരണം. എന്താ അങ്കിളേ? അച്ഛനുണ്ടോ മോളെ? അമ്മേ, അച്ഛനെ കാണാൻ ആരോ വന്നിരിക്കണു. മോളെ, ഇത് വല്യച്ഛനാണ്. ഓ, ആഹാ, ആ. ആരൊക്കെയാ ഇത്? ഏട്ടനോ? രാജുവേട്ടനോ ഉണ്ടല്ലോ. ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ? കേറി വരണം. ആ, സഖാവ് വാ. ഇരിക്കണം. ഉം. ഏട്ടൻ കുളിക്കുകയാണ്. ഞാൻ ചായ എടുക്കാം. ശരി. മോളെ, ഇതിന്റെ വല്യച്ഛനാണ്. സംസാരിച്ചിരിക്കേട്ടോ. ചേട്ടാ, ഇറങ്ങിയോ? അറിവായത് പിന്നെ വലിയച്ഛനെ ആദ്യമായിട്ട് കാണുകയല്ലേ അവള്? ആ, എന്നെയും. മോളെ, എന്താ ഇത്? എപ്പോഴും ഫോണിൽ തന്നെ. വീട്ടിലില്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അവിടുത്തെ സ്ഥിതി ഇങ്ങനെയൊക്കെ തന്നെ. കുട്ടികളല്ലേ, ഇടയ്ക്കൊക്കെ വന്ന് കാണാനും സ്നേഹിക്കാനും ഒക്കെ ശ്രമിക്കണം. അല്ലെങ്കിൽ എന്ത് വല്യച്ഛൻ. ശരിയാ. അല്ല, എത്ര കാലായി കണ്ടിട്ട്? ചേട്ടത്തി മോളും ഒക്കെ സുഖമായിരിക്കുന്നോ? ആ, ആരൊക്കെയത്? കൃഷ്ണനും കുചേലനും ആണോ? രണ്ടുപേരുടെയും കുടുംബമൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ആ, സുഖമായിരിക്കുന്നു. വിനോദേ, ഒരു കാര്യം പറയട്ടെ. വിനോദേ, സഖാവിൻ്റെ ഭാര്യ ആശുപത്രിയിലാണ്. അഡ്മിറ്റ് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞു. അവരുടെ കാര്യം അല്പം സീരിയസ് ആണ്. സഖാവാകെ തകർന്നിരിക്കുകയാണ്. ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കിയില്ല. ഞാൻ നിർബന്ധിച്ചപ്പോൾ കൂടെ പോന്നേ ഉള്ളൂ. ആശുപത്രിയിൽ മോള് മാത്രമാണ്. തള്ള വീട്ടിൽ കിടപ്പാണല്ലോ. അടുത്ത വീട്ടിലെ രമണിയ തള്ളക്ക് ഇച്ചിരി കഞ്ഞി കൊടുക്കുന്നത്. സഖാവിൻ്റെ പോക്കറ്റ് കാലിയാണ്. അവസ്ഥ ഇപ്പോൾ വിനോദിന് ഊഹിക്കാമല്ലോ. ഞാനങ്ങനെ ഊഹിക്കാനാ? കണ്ടിട്ട് തന്നെ കാലങ്ങളായി. ആടിയൻ്റെ കരണത്തല്ല, ഹൃദയത്തിലാ കൊണ്ടത്. വിനോദേ, സഖാവിനെ എനിക്കറിയുന്ന പോലെ മറ്റാർക്കും അറിയില്ല. ഭാര്യയെ പൊതുസ്ഥലത്ത് വെച്ച് അധിക്ഷേപിക്കപ്പെട്ട് കരഞ്ഞ് കലങ്ങി കണ്ടപ്പോൾ അനുജനെന്നത് മറന്ന് ചിലപ്പോൾ നിന്നെ തല്ലിയിട്ടുണ്ടാകാം. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ? ഒരുപാട് ഓമനിച്ച കൈയല്ലേ? നിന്റെ പഠനവും ജോലിയുമൊക്കെ നേടിത്തന്നത് സഖാവല്ലേ? എങ്കിലെന്ത്? മൂത്തങ്ങളെ രണ്ടെണ്ണത്തിന് ഞാനാ കെട്ടിച്ചത്. പഠിച്ചതും ജോലി വാങ്ങിച്ചത് എൻ്റെ കഴിവ് കൊണ്ടാ, അല്ലാതെ അയാളുടെ കാശ് മാത്രം പോരാ. വിനോദേ, വൈരാഗ്യം കാണിക്കാനുള്ള സമയമല്ലത്. വിനോദ് എന്തെങ്കിലും ചെയ്യണം. സഖാവൊന്നും ചോദിക്കില്ല, അറിയാലോ. രാജുവേട്ടാ, എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. വീടിൻ്റെ ലോൺ ഈ മാസം ഞാൻ അടച്ചിട്ടില്ല. പിന്നെ എന്തൊക്കെ അത്യാവശ്യം വന്നാലും അവളുടെയോ മോളുടെ ആഭരണങ്ങൾ ഞാൻ എടുക്കാറില്ല. സരിതയുടെ വീട്ടുകാരെ അറിഞ്ഞാൽ നാണക്കേടാണ്. കടം വാങ്ങി പോയവരാരും തിരികെ വന്നിട്ടുമില്ല. കയ്യിലെ കാശും പോയി, കണ്ടാലോട്ട് മിണ്ടുന്നുമില്ല. ഇതുപോലെ സഖാവ് ഇല്ലായ്മയിൽ ഒത്തിരി കൊടുത്തിട്ടുണ്ട്. കൊടുത്തു കഴിഞ്ഞ ആർക്കാ എത്രയാ കൊടുത്തതെന്ന് സഖാവ് ഓർക്കാറില്ല. എല്ലാം നഷ്ടപ്പെട്ട് സഖാവിൻ്റെ കൂടെ കൂടിയ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് സഹായം സ്വീകരിച്ച ചിലരെ സഖാവ് അറിയാതെ ഞാൻ പോയി കണ്ടിരുന്നു. അവരുടെ അവസ്ഥ നിന്നെപ്പോലെ ദാരുണമാണ്. വലിയ വീടുണ്ട്, പക്ഷേ ലോൺ മുടക്കമാണ്. ആഭരണങ്ങളുണ്ട്, പക്ഷെ സ്ത്രീധനമാണ്. സഖാവിൻ്റെ നേരം അല്ലാതെന്താ. എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട്, അവരോടെന്തെങ്കിലും തിരുമല നടക്കുമെന്ന് അന്വേഷിക്കട്ടെ. രാജുവേട്ടൻ്റെ ഫോൺ നമ്പർ തന്നേക്ക്, വിളിക്കാം. പിന്നെ കരയോഗം പ്രസിഡന്റ് ഞാനാണ്. ഒരു അത്യാവശ്യ കമ്മിറ്റിയുണ്ട്. നിങ്ങൾ ഇരിക്കുവാണോ? ഇല്ല, ഇറങ്ങുക. ആ, നായരെ, ഇറങ്ങാം.
സരിതേ. ആ ദാ വരുന്നു. മോക്ക് പരീക്ഷയാണ്, 6ാം ക്ലാസ്സിലല്ലേ. അല്ല, നിങ്ങൾ ഇറങ്ങുവാണോ? എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ പോരെ? വേണ്ട, മോള് പഠിക്കട്ടെ, ഞങ്ങൾക്ക് അല്പം ധൃതിയുണ്ട്. നായരെ വാ. സഖാവ് പഠനം കളഞ്ഞ് അവനെയും പെങ്ങന്മാരെയും പഠിപ്പിച്ചതോ കഴിപ്പിച്ചതോ ഉടുപ്പിച്ചതോ അല്ലടോ. തൻ്റെ കാശിൽ അവരുടെ കഴിവുകൊണ്ട് പഠിച്ചതും കഴിച്ചതും ഉടുത്തതും ഒക്കെയാണ്. മോള എന്താ മോളെ? ആ, ഞങ്ങളിതാ വരുന്നു മോളെ. സഖാവേ, ഡോക്ടറിനെ സഖാവിനെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. സാറേ. ആ വരൂ, ഇരിക്കും. സിസ്റ്ററെ, ഫയലിംഗ് തരും. BP വളരെ കുറയുന്നുണ്ട്. ഇതുവരെ ചെയ്ത ടെസ്റ്റുകളെല്ലാം നെഗറ്റീവാണ്. എലിപ്പനിയാണോ എന്നറിയാൻ ബ്ലഡ് സാമ്പിൾ ലാബിൽ കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് വാങ്ങി വരണം. ശരി സാർ. വിശ്വനാഥ, ശാന്ത ഇപ്പോൾ ICUലേക്ക് മാറ്റും. ശ്വാസതടസ്സം കൂടി വരുന്നുണ്ട്, അതുകൊണ്ടാണ് ICUലേക്ക് മാറ്റുന്നത്. സിസ്റ്ററെ, ICUലേക്ക് ഒന്ന് ചെല്ലും. പിന്നെ മോളെ കൂടെ ഒന്ന് നിർത്തിക്കോ. റിസൾട്ട് വാങ്ങി വരണം. ആ ശരി സാർ. ആ ശരി. അവള് വിളിച്ചിരുന്നു. ദുബായിന്ന് ചേച്ചിയെ, ചേട്ടന്റെ ഓമന പെങ്ങൾ. നീ പിന്നെ ആരാ? രാജുവണ്ണന്റെ കയ്യിൽ ഞാൻ ടെസ്റ്റിനുള്ള കാശ് കൊടുത്തിട്ടുണ്ട്. മോൻ വീട്ടിൽ ഒറ്റയ്ക്കാ. ഷോപ്പിൽ നിന്ന് ചേട്ടൻ എത്താൻ വൈകും. ഞാനിവിടെ ഇരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. ICUലല്ലേ. മോനൊറ്റയ്ക്കല്ലേ, നീ പൊയ്ക്കോ. ഞാൻ രാവിലെ കാപ്പിയായിട്ട് വരാം. അച്ഛാ, ഞാൻ കരയില്ല അച്ഛാ. അമ്മ മാതളം കഴിച്ചോ മോളെ?
ഓടിയെത്തി. 2 മണിക്കാണെന്ന് തോന്നുന്നു. ആ, പനിയാണെന്നാ കേട്ടത്. അതങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നല്ലേ ഗുളിക വാങ്ങി കഴിച്ചുകൊണ്ടിരുന്നത്? പനിയാണെങ്കിലും ഡോക്ടറെ കാണേണ്ടത് അത് അത്യാവശ്യം. ചെയ്യാത്തതിൻ്റെ ഫലമാണ് ഇവിടെ കണ്ടത്. എല്ലാം കണ്ടുപിടിച്ചപ്പോഴത്തേക്കും കിഡ്നിയുടെ പ്രവർത്തനമൊക്കെ പോയില്ലേ? വിധിയെ തെടുക്കാനാവില്ലല്ലോ. സമയം 1:50 2 മണിക്കെന്നല്ലേ പറഞ്ഞേ? അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവുമത്രേ. വേഗം തീരുകയും നിങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രഥമദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ ആകളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പ്രതാപേ, സഖാവിന്റെ ബന്ധുക്കളൊക്കെ നല്ല നിലയിലാണല്ലോ. സഖാവ് മാത്രം എന്താ ഇങ്ങനെ? ഒരു കാലത്തെ തീവ്ര കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു വിശ്വനാഥ സഖാവ്. പാർട്ടി എന്നാൽ ജീവനാണ്, തികഞ്ഞ ആദർശവാദി. ഗസറ്റിൽ പരസ്യം ചെയ്ത് നായർ പട്ടം മാറ്റിയ സഖാവാണെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, മോളെ ജാതി മതവുമില്ലാതെ സ്കൂളിൽ ചേർത്തതും സ്ത്രീധനം വാങ്ങാതെ കീഴ്ജാതി എന്ന് പറയപ്പെടുന്ന സ്ത്രീയെ മതപരമായ ചടങ്ങുകളില്ലാതെ വിവാഹം കഴിച്ചതും ആദർശമാണ്. നമ്മുടെ MLA പുള്ളിയൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചവരല്ലേ, ഓർമ്മയില്ലേ? അതെ. പാർട്ടിയുടെ സമരമുഖങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു സഖാവ്. ഹൃദയപൂർവ്വത്തിന് 5 പൊതിച്ചോറുകൾ ഇവിടുന്നായിരുന്നു കിട്ടിയിരുന്നത്. ചേട്ടാ ഇറങ്ങിയോ? ആ ശരി. അച്ഛൻ പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. മറ്റൊരാൾ കരയുന്നത് കാണുമ്പോൾ നമുക്ക് എത്ര വേദനിക്കുമോ, അതുപോലെ നമ്മൾ കരഞ്ഞാൽ അവർക്കും വേദനിക്കും. മോളുടെ കൈ കത്തികൊണ്ട് മുറിഞ്ഞു. ഒബ്സർവേഷനിലാണ്. സരിത മാത്രമേ ഉള്ളൂ. അയൽപ്പക്കത്തെ ജാനുച്ചേച്ചിയെ കൂടെ നിർത്തിയിട്ടാ ഞാനിങ്ങോട്ട് പോന്നേ. കൈസറിനാണെങ്കിൽ ഒന്നും കൊടുത്തിട്ടുമില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് ചെല്ലാൻ. എല്ലാം ഒരുമിച്ചായ എന്താ ചെയ്യുക? ഇനിയും താമസമുണ്ടോ? അളിയൻ മാത്രമല്ലേ കമ്മ്യൂണിസ്റ്റ്. ശാന്തയും വീട്ടുകാരും ഒക്കെ നല്ല വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ അയാൾ അതിനെ എതിർക്കാനും പോണില്ല. ആ രാജോട്ടാ, ആ
രമേശൻ 20,000 കൊണ്ട് തന്നില്ലേ? ഇനിയും വേണമെങ്കിൽ ചോദിക്കണം കേട്ടോ. ആ പറയാം. എന്തു പറ്റി മോളെ? ദുബായിൽ നിന്ന് പ്രഭചേച്ചി വിളിച്ചിരുന്നു. അടുത്ത മാസം വരുന്നുണ്ട്. അവൻ കർത്താവിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് എൻ്റെ മകൾക്ക് ഈ ഗതി വന്നത്. ഇത്തവണ ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? നല്ല പച്ച മനുഷ്യനെ. അവൻ എന്നെ നായരെന്നും ഞാൻ അവനെ പുലയനെന്നുമാണ് വിളിക്കുന്നത്. നായർ എനിക്കൊരു അലങ്കാരമായതുകൊണ്ടോ പുലയൻ അവനൊരു അപമാനമായതുകൊണ്ടോ അല്ല. മനുഷ്യനാകണം. എന്ത് ജാതി, എന്ത് മതം.